സ്ത്രീകളുടെ അവകാശങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര കഴിഞ്ഞ ദിവസം മുതൽ വാർത്ത കേട്ടല്ലോ, ബസ്സിൽ യാത്ര ചെയ്തൊരു പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ടിട്ട് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്താ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുത്ത് ഇങ്ങനെ പരസ്യമായിട്ട് ഇട്ട് കഴിഞ്ഞാലൊക്കെ വളരെ മോശമായൊരു പ്രവൃത്തിയാണെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ അത് എവിടെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി ആ സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കുകയും പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണം. ആ ബസ്സിൽ വെച്ച് ആ സമയത്ത് തന്നെ പ്രതികരിക്കാൻ വേണം. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്കിടയിലേക്ക് സ്ത്രീകൾക്ക് കിട്ടേണ്ട ശരിക്കുമുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ആരും ബസ്സിലൊന്ന് കയറി കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് അവർ പേടിക്കും. കാരണം വീഡിയോ എടുത്ത് ഞാൻ എന്തെങ്കിലും സംഭവിക്കുമോ, അപ്പോൾ ഞാനീ പീഡനത്തിന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരയായിക്കൊള്ളാം എന്ന് ചിന്തിക്കും. അതായത് സംഭവം മനസ്സിലായില്ലേ? ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അനുഭവം വരുമ്പോൾ ആ കുട്ടി മൊബൈൽ എടുക്കാനോ വീഡിയോ എടുക്കാനോ തെളിവ് ശേഖരിക്കാനോ നിൽക്കില്ല. കാരണം ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ആത്മഹത്യ ചെയ്ത പ്രശ്നമായില്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഇതുപോലെ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഇത് വലിയൊരു പ്രശ്നമായി മാറുന്നത്. പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മളൊരു സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് കിട്ടുന്ന ആളെന്ത് ചെയ്യും, വല്ലാതെ കിടന്നുകൊണ്ട് എറിഞ്ഞ് കളിക്കും. ആളുകൾക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ കാണാനോ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ട്, ഇല്ലയെന്നല്ല, ആ അവകാശങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അപ്പോൾ വേറൊന്നിനെ കുറിച്ച് കുറേ ഇങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്നത് പാതിയായിട്ടല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ തൊണ്ടയിലൊക്കെ വെള്ളം പറ്റി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇത് കുറച്ചും കൂടെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് കൂടുതലും പറയാനുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഒരു സാഹചര്യത്തിൽ പറയാം, പറ്റണില്ല.